ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരുടെയും ഇഷ്ടപ്പെട്ട ഷോ കോമഡി ഉത്സവം ജനഹൃദയങ്ങളെ ഒന്നടങ്കം ആവേശത്തിലാക്കിയ, മലയാളി മനസ്സിൽ പൊൻതൂവൽ ചാർത്തിയ നമ്മുടെ ഉത്സവം കോമഡി ഉത്സവം. You are selected for Comedy Utsavam. ഹലോ, പറ. നാളെയല്ലേ? വരാം. അവൻ രാവിലെ തന്നെ തുടങ്ങി മിമിക്രി എന്ന് പറഞ്ഞിട്ട്. വാടാ, അകത്തേക്ക് പോകാം. ഒരു സംഭവം അറിഞ്ഞാടാ? എന്താടാ? ഞാൻ ന്യൂസ് കണ്ടു. നിനക്ക് ശരിക്കും അതൊരു സർപ്രൈസ് ആവും. കാര്യം പറടാ. നിന്റെ ഫേവറേറ്റ് ഷോയെ കോമഡി ഉത്സവം ഇല്ലേ, അതിന്റെ ഓഡീഷൻ നടക്കാൻ പോവാ. ഈ മാസം 3-ാം തീയതിയാണ്. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ശരിക്കും എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷേ ഇട്ടുമോന്നറിയില്ലടാ. നീ ഒന്ന് ട്രൈ ചെയ്. നിനക്ക് എത്ര യൂട്യൂബിൽ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾ. നിന്നെപ്പോലുള്ള എത്ര ആൾക്കാർ അതിൽ പോയിട്ടുള്ളത്. നിനക്ക് എന്തെങ്കിലും കിട്ടുമോടാ? കിട്ടും. ഇവൻ കിട്ടും. നിങ്ങൾക്കൊക്കെ എന്താ പ്രാന്താണോ ഈ മന്ദബുദ്ധിയെ കൊണ്ട് ക്യാഷ് കളയാൻ? അച്ഛാ, ഒരു 200 രൂപ തരുമോ ഫോണിൽ റീചാർജ് ചെയ്യാൻ? 200? പിന്നെന്താ, പോരെ മോനെ. ശരി അച്ഛാ. ഇങ്ങനൊരു ജന്മം, അമ്മനെ കൊന്നിട്ടാണ് അവന് ജനനം. കഷ്ടം. നീ പ്രാക്ടീസ് ചെയ്, ബാക്കി കാര്യം ഞങ്ങളേറ്റു. വരുന്നേട്ടാ. എടാ, നക്ക് രാവിലെ തന്നെ തുടങ്ങി മനുഷ്യൻ ശല്യം ചെയ്യാൻ വേണ്ടി. അവന്മാര് പറഞ്ഞ കേട്ട് തുള്ളിക്കോളും. ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ കോമഡി ഉത്സവം ഒന്ന്. ഒറ്റ വീക്കൊണ്ടല്ലോ. അച്ഛനൊരു കാര്യം അറിയോ? ഈ ജനങ്ങളെ നെഞ്ചിലേക്കിയ ഒരു പരിപാടിയാണ് കോമഡി ഉത്സവം. അത് കിട്ടണമെങ്കിൽ ഭാഗ്യം വേണം അച്ഛാ. അവന്മാര് കൈവശന്നിരിക്കുക നാശത്തിന്. അച്ഛാ, പഞ്ചസാര ഇല്ല അച്ഛാ. പഞ്ചസാര തീർന്നു. മോനെ ഇങ്ങോട്ട് വല്ലോ, അകത്ത് പഞ്ചസാരയുടെ പാലുണ്ട്, എടുത്ത് കഴിച്ചോട്ടോ. നാളെയാണ് ഞാൻ സ്വപ്നം കണ്ട ആ ദിവസം. ഗോപു, അപ്പൊ അന്ന് വൈകുന്നേരമാണ് നമ്മൾ പോകുന്നത്. ഞാൻ വരുമ്പോ നീ റെഡി ആയിട്ട് നിക്കണം. എനിക്ക് ഇപ്പൊ ഒരു ചെറിയ പരിപാടി ഉണ്ടോ? ഓക്കെ. ഗോപാലിന് 500. എടാ, നീ അതിലേ പോകുമ്പോൾ ആ രാമനോടൊന്ന് തേങ്ങ ഇടാൻ വരാൻ പറയണം. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. വരുമ്പോ പറയാ.
വഴി മാറടാ. അച്ഛൻ വരുന്നു. ആ ശരി. ഒരു സ്ഥലത്തും അടങ്ങിയിട്ടില്ല നാശം. ഗോപു നേരത്തെ റെഡിയല്ലേ? നടക്കാതെ സ്വപ്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കുറെ കൂട്ടുകാര്. നിങ്ങൾക്ക് എന്താ വട്ടാണോ? ആരൊക്കെ തള്ളി പറഞ്ഞാലും ഇവനെ ഞങ്ങൾക്ക് വിശ്വാസാ. നീ വാടാ. വരണമെന്നില്ല. എവിടെ പോയി ചാവിടാ നാശം പിടിച്ചേ. ഗോപു ചേട്ടാ. ചേട്ടാ ഞാൻ പോന്നേ. എവിടെയെങ്കിലും പോടാ. കൂട്ടുകാരെ, കാഞ്ഞങ്ങാട് നിന്ന് വന്ന 3 പേര് ഇവിടെ എറണാകുളത്ത് ആക്സിഡന്റ് ആയിട്ടുണ്ട്. അതില് ഗോകുല് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ കൈക്ക് സുഖമില്ല. ആ കുട്ടി ഇവിടുന്ന് സ്പോട്ടിൽ തന്നെ മരിച്ചിട്ടുണ്ട്. അവൻ്റെ കൂടെ ഉണ്ടായ 2 പേര് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. അപ്പോൾ ഈ വോയിസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അവരുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ചപ്പോൾ കാഞ്ഞങ്ങാട് നിന്നും വന്ന കൂട്ടുകാരാണ്. ഗൂഗിൾ എന്നൊരു പേരുള്ള കുട്ടിയാണത്. അത് മാക്സിമം അവരുടെ കുടുംബത്തിലേക്കെല്ലാം ഫാമിലിയിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അച്ഛാ അച്ഛാ നമ്മള് കോവില് പോയ എന്ത്? എന്റെ പൊന്നു പോലെ പോലെ. ഹലോ, ഞാൻ ഗോകുലാട്ടാ. ആ എനിക്ക് സെലക്ഷൻ കിട്ടി. അത് ഞാൻ എന്താക്കണം? നാളെയാണ് ഷൂട്ടിംഗ്. 16-ാം തീയതി ടിവിയിൽ കാണിക്കുവാട്ടാ. ഒന്ന് വെച്ചിട്ട് പോടാ. ഈസ്റ്റ് കോമഡി ഉത്സവം പവേഡ് ബൈ സുനിദ്ര മാട്രസ് ബീസ്റ്റ സെക്രട്ടറി സൊല്യൂഷൻ നോർത്ത് റിപ്പബ്ലിക് ഷർട്സിൽ ഇനി അടുത്തതായിട്ടൂടെ വരാൻ പോകുന്നത് കാഞ്ഞങ്ങാടിൽ നിന്നും ഗൂഗിൾ എന്ന് പറയുന്ന ഒരാളാണ്. ഗൂഗിളെ, എന്തെങ്കിലും വിശേഷം? വീട്ടിലായിരിക്കുന്നുണ്ട്? വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മ മരിച്ചു. ഗൂഗിളെ, കിണി ചേട്ടാ, പ്രജ ചേട്ടാ, പക്ര ചേട്ടാ,
നമ്മുടെ ഗോകുൽ അച്ഛനെ കുറിച്ച് പറയാൻ പോവാണ്. ഗോകുൽ അച്ഛനെ കുറിച്ചൊന്ന് പറഞ്ഞു. എൻ്റെ പേര് രാമൻ. എന്നെ ഈ പരിപാടിയിൽ വരാൻ പ്രോത്സാഹിപ്പിച്ചത് അച്ഛനാണ്. എന്നോട് നല്ല സ്നേഹമാണ് അച്ഛന്. എൻ്റെ ദൈവമാണ് അച്ഛൻ. ഞാൻ ജനിച്ച തൊട്ട് അമ്മയായും അച്ഛനായും എന്നെ വളർത്തിയത് എൻ്റെ അച്ഛനാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ അച്ഛനെ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? പ്രകൃതി ശബ്ദങ്ങൾ. ഓക്കെ, സ്റ്റാർട്ട്. ഗോകുലെ ഗംഭീരോടെ അസലായിട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനിയും വരിക. ഓക്കെ, ഓൾ ദി നിന്നെ ഞാൻ മനസ്സിലാക്കാതെ പോയല്ലോ മോനെ. മോനെ